മക്കയിൽ ജനവാസം ആരംഭിക്കുന്നതിൻ്റെ തുടക്കം. ഇബ്രാഹിം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുമ്പോൾ ഒരു ആളും മനുഷ്യനൊന്നുമില്ല, അവിടെ കൃഷിയില്ല, ഒന്നുമില്ല. അതാണ് റബ്ബി ഇന്നി അസ്കൻതു മിൻ ദുരിയത്തി ബിവാദിൻ ഗൈരി ദീ സറഇൻ ഇൻദ ബൈതിക്കൽ മുഹറം എന്ന ഇബ്രാഹിം നബി ഇസ്ലാമിൻ്റെ പ്രാർത്ഥന. റബ്ബേ, എൻ്റെ കുടുംബത്തെ ഞാൻ അവിടെ താമസിപ്പിച്ചു പോകുന്നു, യാതൊരു ആൾ താമസവുമില്ലാത്ത, ഒരു കൃഷി പോലുമില്ലാത്ത ഒരു പ്രദേശത്തിലെ റബ്ബെ ഞാനിവിടെ താമസിപ്പിച്ചു പോവുകയാണ്. ആളുകളെ മനസ്സിനെ ഇങ്ങോട്ട് ഇവരിലേക്ക് അടുപ്പിക്കണേ, ഇവർക്കിനി എല്ലാത്തരം പഴവർഗ്ഗങ്ങളിൽ നിന്നും നീ അവർക്ക് ഉപജീവനമായി നൽകണേ എന്നൊക്കെ ഇബ്രാഹിം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് പ്രാർത്ഥിച്ച് കുടുംബത്തെ അവിടെ നിർത്തിയിട്ടാണ് അദ്ദേഹം പോകുന്നത്. അന്ന് മക്കയിൽ ഒരാൾ താമസമില്ല, ഒന്നുമില്ല, മനുഷ്യന്മാരില്ല, ഒന്നുമില്ല, കൃഷിയില്ല, വെറും കുന്നുകളും മലകളും മാത്രമുള്ള ഒരു പ്രദേശമാണ് അന്ന് മക്ക. അന്ന് കഅബയും അവിടെ ഇല്ല. കഅബയുടെ സ്ഥാനം അറിയപ്പെടാത്ത രൂപത്തിൽ അത് നാമാവശേഷമായി പോയിട്ടുണ്ടായിരുന്നു. പിന്നീട് നമുക്ക് അല്ലാഹു തആല കഅബയുടെ സ്ഥാനം നിശ്ചയിച്ചു കൊടുത്തു. അങ്ങനെയാണ് അവിടെ കഅബ രണ്ടാമത് പുനർനിർമ്മിക്കപ്പെടുകയൊക്കെ ചെയ്യുന്നത്. ആദ്യകാലത്ത് കഅബ ഉണ്ടായത് പിന്നീട് നൂഹ് നബിയുടെ വെള്ളപ്പൊക്കത്തിൽ അത് ഉയർത്തപ്പെട്ടതും തകർന്നു പോയി എന്നൊക്കെ ചരിത്രങ്ങളിൽ അഭിപ്രായങ്ങൾ കാണുന്നു. അല്ലാഹു അഅലം. പിന്നീട് വന്ന നബിമാരൊക്കെ ആ കഅബയുടെ സ്ഥാനം അന്വേഷിച്ചുവെങ്കിലും അവർക്ക് ആർക്കും ആ സ്ഥാനം അള്ളാഹു അറിയിച്ച് കൊടുത്തിരുന്നില്ല. അത് ഇബ്രാഹിം നബിക്കാണ് പിന്നീട് അറിയിച്ചു കൊടുത്തത്. അതാണ് ഇബ്രാഹിമ മക്കാനിൽ ബൈത്ത്, കഅബയുടെ സ്ഥാനം അള്ളാഹു ഇബ്രാഹിം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സൗകര്യപ്പെടുത്തി കൊടുത്തു അഥവാ ബോധ്യപ്പെടുത്തി കൊടുത്തു എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. പിന്നീട് അവിടെ ഇബ്രാഹിം നബിയുടെ ഭാര്യയും മകനും താമസമായി. അതിലൂടെ പോയ യാത്രാ സംഘം, ജുർഹും എന്ന് പറയുന്ന ഒരു സംഘം, അതിലൂടെ ഒരു ഗോത്രം അതിലൂടെ യാത്ര പോവുകയും അങ്ങനെ വെള്ളത്തിൻ്റെ ഒരു സാന്നിധ്യം മനസ്സിലായപ്പോൾ പക്ഷികളിങ്ങനെ വട്ടമിട്ട് പോണ് കണ്ടപ്പോൾ അവിടെ വെള്ളം ഉണ്ടാകും, അതുകൊണ്ടാണ് അവിടെ ഇങ്ങനെ പരുന്നിങ്ങനെ മേലെ വട്ടിടുന്നത് എന്ന് മനസ്സിലാക്കി വെള്ളം തിരഞ്ഞു വന്നാണ് അവർക്ക്. അപ്പോൾ അവിടെ ഒരു ഉമ്മാനും കുട്ടിയും കാണുകയും പരിചയപ്പെടുകയും വെള്ളം കുടിക്കുകയും ഒക്കെ ചെയ്ത് അവരവിടെ പിന്നീട് താമസമാക്കി. അതാണ് അവിടെ വരുന്ന ഒന്നാമത്തെ ഒരു മനുഷ്യകുലം എന്ന് വേണമെങ്കിൽ പറയാവുന്ന. അതിന് മുമ്പ് പഴയ കാലത്തുണ്ടോ നമുക്കറിയാം. അതിനു ശേഷം ഇബ്രാഹിം നബിയുടെ വരവിന് ശേഷം പിന്നീട് അവിടെ വരുന്നത് ജുർഹുമുകാരാണ്. അങ്ങനെ ജുർഹുമുകാർ പിന്നെ അവിടെ താമസമായി പോലെ അതിലൂടെ വന്നു. പിന്നെ ആ ജുർഹുമുകാരിൽ നിന്നാണ് ഇസ്മായിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് കല്യാണം കഴിക്കണമൊക്കെ. വലുതായതിനു ശേഷം ഇസ്മായിൽ നബിയുടെ വിവാഹം കഴിച്ചതൊക്കെ ജുർഹുമിൽ നിന്നാണ്. അങ്ങനെ ജുർഹുമുകാർ പിന്നെ അവിടുത്തെ ഔദ്യോഗികം നാട്ടുകാരായിട്ട് പിന്നെ മാറി. അങ്ങനെ പിന്നെ വന്നവരൊക്കെ പിന്നെ വന്നവരാണ്. ഇവരവിടെ പണ്ടുള്ള തറവാട്ടിൽ ഓലായി മാറി. അങ്ങനെയുള്ള തറവാട്ടിലുണ്ടായാലും പക്ഷെ നേരത്തെ വന്ന തറവാട്ടുകാരാവും. പിന്നെ വന്നവർ ഓലൊക്കെ അവിടെ വന്നു വാർത്ത നമ്മളൊക്കെ പണ്ടേ ഉള്ളതെന്ന് അറിയും. എന്നില്ല, 2 വാപ്പ് മുമ്പ് വന്നു, മറ്റൊരേശം വൈകി എന്നേ ഉള്ളൂ. അങ്ങനെയാണ് ജുർഹുമുകാരവിടെ അവിടുത്തെ ആൾക്കാരായി മാറി. അങ്ങനെ കഅബൻ്റെ ആൾക്കാർ പോലായി, സംസമിൻ്റെ നേതൃത്വം പോലിക്കായി. കുറച്ചു കാലം മുന്നോട്ട് പോയപ്പോൾ പിന്നെ ജുർഹുമുകാർ അക്രമികളായി മാറി. അവർക്കിത് ഇതുപോലേക്ക് ഇവരായി മാറുകയും കഅബൻ്റെ ആൾക്കാർ നിലയ്ക്ക് പിന്നെ ആർക്കും അടുക്കാൻ പറ്റില്ല. പിന്നെ അവിടെ കഅബയ്ക്ക് തവാഫ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഓർക്ക് വല്ല ഫീസും കൊടുക്കണം എന്നൊക്കെ രൂപത്തിലേക്ക് പിന്നെ കാര്യങ്ങൾ വന്നു. ടാക്സ് വെച്ചു, ഒരു ടാക്സ് അടച്ചിട്ടേ കയറാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു ഭയങ്കരമായ ഇതിലേക്ക് വന്നപ്പോഴാണ് അല്ലാഹു തആല ജുർഹുമുകാരെ കയ്യിൽ നിന്ന് കഅബയുടെ നിയന്ത്രണം ഒഴിവാക്കി പിന്നീടത് ഖുസാഅക്കാരിലേക്ക് പോകുന്നത്. ഖുസാഅ എന്ന ഗോത്രത്തോടെ വരികയും ഇവരുമായി ഏറ്റുമുട്ടുകയും അതിൽ ജുർഹുമുകാർ പരാജയപ്പെടുകയും പിന്നീട് ഖുസാഅക്കാർ കഅബ അധീനപ്പെടുത്തി പിന്നെ അവരുടെ കയ്യിലായി മാറി കഅബയും സംസമും ഒക്കെ. പിന്നെ അങ്ങനെയാണ് ഹജ്ജും ഉംറയും തവാഫൊക്കെ നടന്നത്. പിന്നെ ഓല കീഴായി കുറച്ചു കാലം അങ്ങനെ പോയി. കുറച്ച് കഴിയുമ്പോഴേക്കും ഓലും പിന്നെ മറ്റൊരുമായിട്ട് തന്നെ ഒക്കെ കിട്ടി. കുറച്ച് കാലമാണ് മുന്നോട്ട് പോയപ്പോൾ പിന്നെ തലമുറകൾ മാറി വന്നപ്പോൾ അവരും തന്നെ ഞങ്ങൾ ഇതിൻ്റെ കമ്മിറ്റിക്കാരാണ്, ഞങ്ങളോട് ചോദിക്കാതൊന്നും പാടില്ല എന്ന് പറഞ്ഞ അവസ്ഥയ്ക്ക് പിന്നീട് മെല്ലെ മെല്ലെ അവരും പോയി. അത് ഏതും അങ്ങനെ തന്നെയാണ്. കുറച്ച് കാലമൊക്കെ ഉസായിട്ട് പോകും. പിന്നെ ഇങ്ങനെ കമ്മിറ്റിക്കാർക്ക് കിബറ് കൂടും. പിന്നെ ഓലോട് ചോദിക്കാതൊന്നും പറ്റില്ല, ഓരോ ചോദിച്ചോട്ട് നടക്കില്ല, ആ രൂപത്തിലേക്കാവും. അതങ്ങനെ റിസർവ് ചെയ്യപ്പെട്ട് പോകും. അതെല്ലാം അങ്ങനെ തന്നെ ആയിരിക്കും. അത് കഴിഞ്ഞ് പിന്നീടാണ് ഖുറൈശികളൊക്കെ വരുന്നത്. അപ്പോൾ അവിടെ ഈ ഖുസാഅക്കാരുടെ കാലത്താണ് അവിടെ വിഗ്രഹാരാധന പിന്നീട് തുടങ്ങുന്നത്. അതുവരെ കഅബ തൗഹീദിന്റെ കേന്ദ്രമാണ്, റബ്ബിനോട് മാത്രമുള്ള ഇബാദത്താണ്. തവാഫ് നടക്കാറുണ്ട്, ഹജ്ജ് അവിടെ നടക്കാറുണ്ട്. പിന്നീട് ഖുസാഅക്കാരുടെ കാലം വന്നപ്പോഴാണ് അവിടെ വിഗ്രഹാരാധന തുടങ്ങുന്നത്. അംർ ബിൻ ലുഹൈ എന്ന് പറയുന്ന ഖുസാഅക്കാരനായ അന്നത്തെ ഒരു കാരണവർ, അന്നത്തെ അവിടുത്തെ മുത്തവല്ലി എന്ന് വേണമെങ്കിൽ പറയാം, മൂപ്പരാണ് ആദ്യമായിട്ട് അവിടെ ഒരു വിഗ്രഹം കൊടുത്തിട്ട് സ്ഥാപിക്കണമൊക്കെ. യാത്ര കച്ചവട ആവശ്യാർത്ഥം അദ്ദേഹം സിറിയയിലേക്കും അതേപോലെ യമനിലേക്കുമൊക്കെ യാത്ര പോകാറുണ്ട്. ആ യാത്രയിലാണ് സിറിയയിൽ വെച്ച് ഇങ്ങനെ വിഗ്രഹാരാധന കാണുകയും അത് പരിചയപ്പെടുകയും അതിൻ്റെ മഹത്വമൊക്കെ ഒരു പറഞ്ഞെടുക്കുകയും ചെയ്തപ്പോൾ അവിടുന്ന് ഒരു വിഗ്രഹത്തെ മൂപ്പരും വാങ്ങിപ്പോകുന്നു. അങ്ങനെയാണെങ്കിൽ
നമുക്കും വേണം ഞങ്ങാട്ടിലൊന്നുമില്ല എന്ന് പറഞ്ഞ് അവിടുന്ന് ഹുബൽ എന്ന വിഗ്രഹത്തെയും വാങ്ങിയിട്ട് അവിടുന്ന് പോരാണ് ചെയ്യുന്നത്. ഇവിടെ വന്ന് എല്ലാവരെയും വിളിച്ചുകൂട്ടി ഇത് സാധനം കാണിച്ചു കൊടുത്ത് ഇതിൻ്റെ മഹത്വമൊക്കെ പറഞ്ഞ് അങ്ങനെ ഐക്യകണ്ഠേന കഅബൻ്റെ അവിടെ ഇത് സ്ഥാപിച്ചു. അതാണ് ഒന്നാമത് അവിടെ സ്ഥാപിക്കപ്പെട്ട വിഗ്രഹം. അവിടെ നിങ്ങളാണ് പിന്നെ അതിങ്ങനെ പോകുന്നത്. നബി തങ്ങൾ പറഞ്ഞു, അംർ ഇബ്നു ലുഹൈയിൻ്റെ കുഴൽമാലകൾ കൊണ്ട് ചുറ്റിവരിയപ്പെട്ട അവസ്ഥയിൽ ഞാൻ അവരെ നരകത്തിൽ കണ്ടു. അവനാകുന്നു ഇബ്രാഹിം നബിയുടെ ദീന് ആദ്യമായി മാറ്റിമറിച്ചവൻ എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. പിന്നെ അതങ്ങനെ കൂടി വന്ന് പിന്നെ പലരുടെയും വിഗ്രഹങ്ങൾ സ്ഥാപിക്കപ്പെട്ടു. അവസാനം ഇബ്രാഹിം നബിൻ്റെ വന്നു, ഇസ്മായിൽ നബിൻ്റെ വന്നു, മറ്റു പലരുടെയും വിഗ്രഹങ്ങൾ പിന്നെ അവിടെ സ്ഥാപിക്കപ്പെട്ടു. പിന്നെ ഇങ്ങോട്ട് വരാൻ പറ്റാത്തവർക്ക് ഒരുക്ക് പോലെ തറവാട്ടിൽ ഒരു വിഗ്രഹം നിലയ്ക്ക് പിന്നെ അവിടെ ഉണ്ടായി. അങ്ങനെ ചെറുതും വലുതുമായി ധാരാളം വിഗ്രഹങ്ങൾ പിന്നീട് കഅബൻ്റെ ഉള്ളിലും അതിനെ പുറത്തും അതിൻ്റെ പരിസരത്തും ഓരോരുത്തരെ തറവാട്ട് വീട്ടിലും ഓരോ പേരിലും മുറ്റത്തൊക്കെ ആയിട്ട് അങ്ങനെ പിന്നെ വ്യാപകമായി വിഗ്രഹാരാധന അവിടെ വന്നു. തൽബിയത്ത് മാറ്റിയതും അംർ തന്നെയാണ്. അതിന് മുമ്പ് വരെ ഇബ്രാഹിം നബിയുടെ പഴയ തൽബിയത്താണ് ചൊല്ലിപ്പോകുന്നത്. അംർ ഇബ്നു ലുഹൈയുടെ കാലം മുതലാണ് ലബ്ബൈക ലാ ശരീക ലക ഇല്ലാ ശരീകൻ ഹുവ ലക തംലികുഹു വമാ മലക എന്നേക്ക് മാറുന്നത്. റസൂലുള്ളാഹിന്റെ ഒരു ഏകദേശം ഒരു 200-250 കൊല്ലമൊക്കെ മുമ്പായിരിക്കും. അന്നാണ് തൽബിയത്തും മാറുന്നത്. അതുവരെ ശരിയായ തൽബിയത്താണ് ചൊല്ലിപ്പോകുന്നത്. പിന്നെയാണ് തൽബിയത്ത് മാറി ഇല്ലാ ശരീകൻ ഹുവ ലക, അല്ലാഹുവിലേക്ക് ഒരു പങ്കുകാരനുണ്ട്, തംലികുഹു വമാ മലക, അവന് സ്വന്തമായി ഒരു കഴിവുമില്ല, അവൻ്റേതെല്ലാം നിന്റെ ഉടമസ്ഥയിൽ ഉള്ളതാകുന്നു. അത്തരം ഒരു പങ്കുകാരൻ മാത്രമേ നിനക്കുള്ളൂ, അല്ലാത്ത പങ്കുകാരൊന്നുമില്ല. കൊടുത്ത കഴിവേ ഉള്ളൂ അർത്ഥം. സ്വന്തം കഴിവൊന്നുമില്ല, കൊടുത്ത കഴിവ് മാത്രമുള്ള പങ്കുകാരെ നിനക്കുള്ളൂ റബ്ബേ എന്ന് പറയുന്നിടത്തേക്ക് പിന്നീട് അവർ മാറി. അംറാണ് അതിൻ്റെയും തുടക്കക്കാരൻ. അപ്പം അംറ് മാറിയപ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ നാട്ടിലൊക്കെ അതിനെ കൂടെ മാറി. അങ്ങനെയാണ് അവിടെ ഈ ശിർക്കിൻ്റെ വഴിയിലേക്ക് ആ കഅബയും അതിൻ്റെ പരിസര പ്രദേശങ്ങളും എല്ലാം വഴിമാറി സഞ്ചരിക്കുന്നത്. അപ്പം അന്നത്തെ അവരുടെ ആരാധ്യരിൽ ഏറ്റവും മുഖ്യമായതാണ് പോലെ അവരുടെ ആരാധന ഏറ്റവും മുഖ്യമായ 3 പേര് അവിടെ എടുത്തു. അഫറഅയ്തുമുല്ലാത്ത വൽ ഉസ്സ വമനാത്ത സാലിസത്തൽ ഉഖ്റ. ലാത്തയും ഉസ്സയും മനാത്തയും ആ നിലയ്ക്ക് അവർ ആരാധിച്ചു പോകുന്ന ആരാധ്യരിൽ ഏറ്റവും മുഖ്യമായവരാണ് ഇവർ 3 പേർ. അത് 3 ഭാഗങ്ങളിലായി സ്വീകരിച്ചു പോകുന്നതാണ്. ലാത്ത ത്വായിഫിൻ്റെ ഭാഗത്താണ് ലാത്തയുണ്ടായിരുന്നത്. മനാത്ത മക്കയുടെയും മദീനയുടെയും ഇടയിലായിട്ടുള്ളൊരു ഭാഗത്താണ് എന്നാണ്. അത് ഓരോ കുടുംബത്തിനാണ്. മനാത്ത അധികം ഖുറൈശികളാണ് സ്വീകരിച്ചു പോകുന്നത്. ലാത്ത ത്വായിഫുകാരായ ആ ഭാഗത്തുള്ള തറവാട്ടുകാരാണ് ലാത്ത. മനാത്ത പിന്നെ ഉസ്സ ഖുറൈശികൾ മനാത്ത ഔസ് ഖസർ തുടങ്ങിയ മദീനക്കാരായ ഗോത്രക്കാരാണ് അധികവും ഈ മനാത്തെ സ്വീകരിച്ചു പോകുന്നത്. അവിടുന്ന് ഹജ്ജിന് പോരുമ്പോൾ മനാത്തൻ്റെ ചാർത്തങ്ങ് പോയിട്ടാണ് ആദ്യം പോരാന്നാണ്. അവിടുന്നാണ് ഒരു ഹജ്ജിനൊക്കെ ഇഹ്റാം കെട്ടി പ്രഖ്യാപിച്ച് പോലൊക്കെ അവിടുന്നാണ്. ആദ്യം അവിടെ വരും. എന്നാൽ അവിടുന്ന് പിന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവിടെ എല്ലാം സങ്കടമൊക്കെ പറഞ്ഞിട്ടാണ് അവിടുന്ന് പിന്നെ മക്കത്തേക്ക് അവർ പോരാനുള്ളത്. ഉസ്സ ഇവർ വലിയ ഒരു പ്രതാപമായി ഖുറൈശികൾ കണ്ടുപോകുന്നത് ലാത്തയേക്കാളേറെ ഉസ്സയായിരുന്നു. ലാത്തയേക്കാളേറെ ഖുറൈശികളുടെ ഒരു ഇസ്സത്ത്, അതിനാണ് ഉസ്സ എന്നുള്ള പേര് വന്നത്. ഇസ്സത്ത് എന്ന വാക്കുന്നാണ് ഉസ്സ എന്ന പദം ഒരു സ്വീകരിച്ചത് എന്നും, അല്ലെങ്കിൽ അസീസ്, അള്ളാഹുവിൻ്റെ അസീസ് എന്ന നാമത്തിൽ നിന്നാണ് ഉസ്സ എന്ന പേരുണ്ടായത് എന്നൊക്കെ പറയപ്പെടുന്നു. ഇതൊക്കെ അവരുടെ മുൻകാലങ്ങളിൽ ജീവിച്ചു പോയ മഹാന്മാരായ ആളുകളുടെ പേരുകളാണ്. അവരൊക്കെ മരിച്ചപ്പോൾ അവരുപയോഗിച്ച വസ്തുക്കൾ, അവരുടെ കല്ലുകൾ, അവരുടെ ഖബറുകൾ, ഇങ്ങനെ പലതുമാണ് പിന്നീട് ഈ രൂപത്തിലേക്ക് വഴിമാറിയത്. ത്വായിഫിൽ ലാത്ത എന്ന പേര് വലിയൊരു ആരാധനാലയം തന്നെ അന്നുണ്ടായത്. വലിയൊരു പാറ, വലിയ ഒരു മിനുസമുള്ള വലിയൊരു പാറ ലാത്ത എന്ന പേരിൽ അവിടെ ഉണ്ടായി. അപ്പം ലാത്തയുടെ ഒരു കേന്ദ്രം ആ ഭാഗത്തായിരുന്നു എന്ന് പറയപ്പെടുന്നു. അതിലൂടെ ഹജ്ജിന് വരുന്ന ആളുകൾക്ക് ലാത്ത അവിടെ ഇരുന്നു കൊണ്ട് അവർക്കിങ്ങനെ ഈ പായസം അല്ലെങ്കിൽ തരിക്കഞ്ഞി ഫ്രീ ആയി കൊടുക്കുന്ന ആളാണ് ലാത്ത. ഇത് ഇബ്നു അബ്ബാസൊക്കെ പറയുന്നുണ്ട്. അതിൽ നിന്നാണ് ലാത്ത എന്നുള്ള വാക്ക് പോലും അങ്ങനെ വന്നു എന്നും ഉണ്ട്. ശരിയായ പേര് ലാത്ത എന്നല്ല എന്നും. എലുത്തു സബീഖ്, ഈ തരിക്കഞ്ഞി കോരിക്കൊടുക്കുക, അതല്ല ലാത്ത എലുത്തു, അതിൽ നിന്നാണ് ലാത്ത എന്നുള്ള പേര് വന്നതെന്നും. അതല്ല ഇലാഹ് എന്ന വാക്കിൽ നിന്ന് അതിന് മുഅന്നസാക്കിയിട്ടാണ് ലാത്ത എന്ന പദം വന്നത് എന്നൊക്കെ ചർച്ചകൾ കാണുന്നുണ്ട്. അപ്പോൾ അവിടെയാണ് അയാൾ ഇരുന്ന ആ കല്ല്. അയാളുടെ ഹജ്ജിന് സീസൺ ആയിക്കഴിഞ്ഞാൽ എന്നും കുറേ തരിക്കഞ്ഞി ഉണ്ടാക്കി അവിടെ വന്നിരിക്കും. പോണ ആദ്യമാർക്കൊക്കെ ഫ്രീ ആയിട്ട് ഇങ്ങനെ കഞ്ഞി വെച്ച് പാർന്നു കൊടുക്കുന്ന ആളാണ് ലാത്ത. അങ്ങനെ ആ കല്ലിന് പിന്നെ ലാത്ത എന്ന് പേര് വന്നു. ലാത്ത ഇരിക്കുന്ന കല്ലിന് പിന്നെ ആ കല്ല് ലാത്ത എന്നുള്ള പേര് അറിയപ്പെട്ടു. പിന്നെ ലാത്ത മരിച്ചുപോയി.
ലാത്ത മരിച്ചു പോയപ്പോൾ സ്വാഭാവികമായിട്ട് ആ കല്ല് പിന്നെ അങ്ങനെ ഫേമസ് ആയി. പിന്നെ അവിടെ അതിന് ആളും പാളൊക്കെ ഉണ്ടായി. അത് അലങ്കരിച്ച് പിന്നെ അതിന് കുറേ സേവകന്മാരും കുറേ ഹാദിമീങ്ങളും എല്ലാം കൂടെ ആയിട്ട് പിന്നെ അത് വലിയൊരു ആരാധനാ കേന്ദ്രമായിട്ട് അത് മാറി. ഉസ്സ ഒരു മരമായിരുന്നു. ലാത്ത കല്ലാണെങ്കിൽ ഉസ്സ ഒരു മരമാണ്. ഒരു മഹാനായ മനുഷ്യൻ ഉസ്സ എന്ന പേരിലോ അല്ലെങ്കിൽ മറ്റു പേരോ ഉള്ള ഒരാൾ, അയാൾ ഇരുന്നൊരു മരമായിരുന്നു ഉസ്സ. അപ്പോൾ അതിന് തൊട്ടാണ് സാധാരണ ഇരിക്കാറുള്ളത്. അത് ഈ പറഞ്ഞ പോലെ പിന്നെ ആ മരം തന്നെ ഉസ്സായിട്ട് മാറി. അവിടെ ഭയങ്കര പിന്നെ തുണികൾ പൊതിച്ചും മരുന്ന് വന്നിട്ട് കെട്ടിപ്പിടിച്ച് കരഞ്ഞും അവിടെ വന്നിട്ട് ആകെ നെരുമുടി കൂട്ടിയും ഒക്കെയായി അങ്ങനത്തെ വലിയ കേന്ദ്രമായി ഉസ്സ എന്നത് പിന്നീട് മാറി. ഖുറൈശികൾ ഒരു വലിയ പ്രതാപമായി ഉസ്സയെ കണ്ടു. അതാണ് ഉഹദിലൊക്കെ അബൂ സുഫിയാൻ പറയുന്നുണ്ട്, ലഹൽ ഉസ്സ വലാ ഉസ്സ ലക്കും, ഞങ്ങൾക്ക് ഉസ്സയുണ്ട് നിങ്ങൾക്ക് ഉസ്സല്ലല്ലോ. അബൂ സുഫിയാൻ അന്ന് ഇങ്ങോട്ട് നബിക്കും സാഹിബൊക്കെ ഇങ്ങോട്ട് പറഞ്ഞാണ്, ഞങ്ങൾക്ക് ഉസ്സ ഉണ്ട് നിങ്ങൾക്ക് ഉസ്സല്ല. അപ്പം നബി പറഞ്ഞു, മറുപടി കൊടുക്കണാറ്, ലഹൽ അല്ലാഹു മൗലാന വലാ മൗലാ ലക്കും, ഞങ്ങൾക്ക് മൗല അല്ല ഉണ്ട് നിങ്ങൾക്ക് അല്ലല്ലോ മൗലയായിട്ട് എന്ന് മറുപടി പറയാൻ നബി തങ്ങൾ അന്ന് പറഞ്ഞു കൊടുക്കണമൊക്കെ ഉണ്ട്. അപ്പം അത്രയേറെ ഒരു വലിയൊരു ആളായിട്ട് ഒരു കണക്കാക്കി പോകുന്നതാണ് ഉസ്സ. മനാത്ത ഈ ഔസ് ഹസ്ര തുടങ്ങിയ മദീനക്കാരായ ജൂത ഗോത്രങ്ങൾ അല്ലാത്ത മറ്റു ഗോത്രങ്ങൾ അവരൊക്കെയാണ് മനാത്തയെ കാര്യമായി കൊണ്ടുവന്ന് പോന്നിരുന്നത്. ഏതായിരുന്നാലും ഈ മൂന്നും പ്രത്യേകമായി എടുത്തു പറഞ്ഞു. ഇതല്ലാത്ത മറ്റൊരുപാട് ഇത്തരം ആരാധ്യർ അവർക്ക് ഉണ്ട്. മരമായും കല്ലായും കബറായും ഒക്കെ അവരന്ന് ഉപയോഗിച്ച് പോന്നിട്ടുണ്ട്. അതൊന്നുമല്ലാതെ വിഗ്രഹം ഉണ്ടാക്കി വെച്ചിട്ടും ലാത്താന്ന് പേരിടും. അതേപോലെ ഒരു പോകുമ്പോൾ കൂടെ കൊണ്ടെടുക്കും. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഹജ്ജ് ഇവിടെ മക്കത്ത് നിന്ന് പുറത്തേക്ക് അവർ പോകുമ്പോൾ അവർക്ക് സങ്കടമാണ്, ഇനി പോയാൽ വരുന്നവരെ ഈ ലാത്തനടുത്ത് വരാൻ പറ്റുന്നല്ലോ, ഉസ്സനടുത്ത് പോകാൻ പറ്റുന്നല്ലോ എന്നൊക്കെ അവർക്ക് പ്രയാസമുണ്ടാകുമ്പോൾ ഒരു ഹറമിന് ഉള്ളിൽ നിന്ന് ഒരു നല്ലൊരു കല്ലെടുക്കും. എന്നിട്ട് ആ കല്ലിൽ ലാത്താന്നൊക്കെ പേരിട്ടിട്ട് അതും സഞ്ചി കൊണ്ടുപോകുന്നതാണ് പോകുമ്പോഴേ. എന്നാൽ പിന്നെ പോണേക്ക് അവിടുന്ന് ദ്വാരക്കാൻ മുട്ടുമ്പോൾ ഇത് മുമ്പിൽ വെച്ച് ദ്വാരക്കാനോ എന്നുള്ളേക്ക് അങ്ങനെ ചെയ്യുമായിരുന്നു. അതിന് അവസരമില്ലാത്തവർ അവർ പിന്നെ മണലിങ്ങനെ കൂമ്പാരാക്കിയിടും. എന്നിട്ട് ഒട്ടകത്തിനെ കറന്നിട്ട് ആ പാലയിമ ഒഴിച്ചിട്ട് അതിങ്ങനെ അമർത്തി റെഡിയാക്കി ഒരു കോലത്തിലാക്കിയിട്ട് അത് ലാത്തയാണ് ഉസ്സയാണ് എന്നാണ് സങ്കല്പിച്ച് അവിടെ നിന്നിട്ട് ഒരു പ്രാർത്ഥിക്കും. അത്ര അവസ്ഥയിലേക്ക് അവർ പിന്നീട് വഴിമാറി സഞ്ചരിച്ചു പോയിട്ടുണ്ട്. ഇത് ഇബ്നു അബ്ബാസൊക്കെ പറഞ്ഞു, ഇത് അസ്മാഉ റിജാലിൻ സ്വാലിഹീൻ, സ്വാലിഹീങ്ങളായ ആളുകളുടെ പേരുകളാണ്. ലാത്തയെ പറ്റി ഇങ്ങനെ പ്രത്യേകം എടുത്തു പറഞ്ഞു. കാരണം ലാത്ത റജുലൻ സ്വാലിഹൻ എലുത്തു സവീഖ് അനിൽ ഹുജ്ജാജ്, ഹാജിമാർക്ക് സവീഖ് കോരി കൊടുത്തിരുന്ന സ്വാലിഹായ മനുഷ്യരായിരുന്നു ലാത്ത. അന്നത്തെ സ്വാലിഹീങ്ങളാണ്, ആ കാലത്തുള്ള സ്വാലിഹീങ്ങളാണ് എന്ന് പറയപ്പെടുന്നു. ഏതാണെങ്കിലും അപ്പം ഇവരെ പറ്റി നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എന്നാണ്. അഫറഅയ്തുമുൽ ലാത്ത വൽ ഉസ്സ, ലാത്തയെയും ഉസ്സയെയും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്തടിസ്ഥാനത്തിൽ അതൊക്കെ ഉണ്ടായത്? നിങ്ങൾ വെറുതെ പേരുണ്ടാക്കി ഒരാളോട് വെച്ചു എന്നല്ലാതെ ഇതിനൊക്കെ എന്താ അടിസ്ഥാനം? അള്ളാഹുലേക്കാണ് മുഹമ്മദ് നബി ക്ഷണിക്കുന്നത്. ഇത് മക്കിയായ സൂറത്താണ്. അപ്പം അള്ളാഹിനെ പറ്റി നബിതങ്ങൾ പറയുമ്പോൾ ഒരപ്പുറത്ത് ലാത്തയും മുസയും പറയുന്നു. ഈ ലാത്തയും മുസയൊക്കെ ഇതിനൊക്കെ അടിസ്ഥാനം എന്താ? ഇതൊക്കെ എവിടുന്നാണ് കിട്ടിയത്? ഇതൊക്കെ ആരങ്ങോട് പറഞ്ഞത്? ആരാണ് അവരുടെ അടുത്തോട് വിളിക്കാൻ, അവരോട് തേടാൻ ആര് പഠിപ്പിച്ചു നിങ്ങളെ എന്നൊക്കെയാണ് അഫറഅയ്തും എന്ന ചോദ്യത്തിൻ്റെ ആശയം. അവരോട് സത്യം ചെയ്യാറുണ്ട്. അന്ന് അള്ളാഹിനെ പേര് സത്യം ചെയ്തേക്കാൾ ഗൗരവം ലാത്തനെ പേര് സത്യം ചെയ്യായിരുന്നു. ബില്ലാത്തി വൽ ഉസ്സ എന്ന് പറഞ്ഞാൽ പിന്നെ ഉറപ്പാവാം പറഞ്ഞ സത്യമാണ്. ലാത്തയാണ് സത്യം, ഉസ്സയാണ് സത്യം എന്ന് പറഞ്ഞാൽ പിന്നെ അതിന് അപ്പീലില്ല. അങ്ങനെ അത്രയും സത്യം മാത്രമേ ഒരു പറയുള്ളൂ. നുണക്കൊരിക്കലും ഒരു ലാത്തൻ്റെ പേരിൽ അവർ ഉപയോഗിക്കാറില്ല. അങ്ങനെ കൊടുത്ത് കേട്ടുന്നുള്ള പേടി അവർക്കുണ്ടായിരുന്നു. അങ്ങനെ മൃഗങ്ങളെ നേർച്ചയാക്കുമായിരുന്നു. സൂറത്ത് മാഇദയിലെ അവസാന ഭാഗത്ത് കാണാം, മാ ജഅലല്ലാഹു മിൻ ബഹീറത്തിൻ വലാ സായിമത്തിൻ വലാ വസിയത്തിൻ വലാ ഹാം എന്ന് തുടങ്ങുന്ന ആയത്ത് മാഇദയുടെ അവസാന ഭാഗത്ത് അള്ളാഹു തആല പറയുന്നുണ്ട്. അവർ പ്രത്യേക തരം ചില മൃഗങ്ങളെ നേർച്ചയാക്കി വെച്ചിരുന്നു. ബഹീറ, വസീല, സായിബ, ഹാം എന്നൊക്കെ പേരിട്ടുകൊണ്ട്. അത് ഓരോന്നും ഓരോ ഐറ്റം മൃഗങ്ങളാണ്. അവർക്ക് പിന്നെ ഒട്ടകത്തിന് ഗർഭിണിയായി കഴിഞ്ഞാൽ മൂന്നാമത്തെ ഗർഭം അത് ആണാണെങ്കിൽ അത് ലാത്തക്ക്, അത് പെണ്ണാണെങ്കിൽ അതിനോടത്തേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പ്രത്യേകമായി നേർച്ചയാക്കി ഇടുമായിരുന്നു. അതാണ് ഈ ബഹീറ, വസീല, സായിബ എന്നൊക്കെ പറയുന്ന നേർച്ച മൃഗങ്ങൾ. അന്നുണ്ടായിരുന്ന മൃഗങ്ങളാണ്. അത് ലാത്തൻ്റെ പിന്നൊരു അടയാളൊക്കെ കിട്ടിയിട്ട് അതിനാണ് വിടും. പിന്നെ അതിനാരും ഒന്നും ചെയ്യൂല എന്നാണ്. ആ മൃഗത്തിനാരും ആണ് അതങ്ങനെ തന്നെ വരുള്ളൂ. ശിർക്ക് ആവർത്തിച്ച് വന്നുകൊണ്ടേയിരിക്കുക ചെയ്യാം, പുതിയതൊന്നല്ല. അത് വീണ്ടും സമൂഹത്തിൽ പല രൂപത്തിൽ എല്ലാ കാലത്തും മുമ്പുണ്ടായിട്ടുണ്ട്. അത് മക്കത്തുമുണ്ടായി, അത് പിന്നീട് ഈ ഉമ്മത്തിലേക്കും പലയിടത്തായി വന്നു. അപ്പം അങ്ങനെ മൃഗങ്ങളെ, പിന്നെ ആ മൃഗത്തിനെ പുറത്ത് ആരും ലോഡ് കയറ്റൂല, ആ മൃഗത്തിനെ മേലാരും കയറൂല, ആ മൃഗത്തിനെ ആരും ഉപദ്രവിക്കൂല. അതങ്ങനെ ഒരു അടയാളം വെച്ചാൽ വിടും.
അതിന് എവിടെയും പോയി തിന്നാം, ആരെ കൃഷിയും പോവാം, എവിടെയും ചെല്ലാം. എല്ലാവരും വലിയ ബഹുമാനത്തിൽ ഇങ്ങനെ അതിനെ കാണും. അതിനാരും ആക്രമിക്കൂല. അതിൻ്റെ പുറത്തൊരാൾ പോലും കയറാൻ ധൈര്യപ്പെടില്ല. കാരണം അത് ലാത്തൻ്റെ ഒട്ടകമാണ് എന്ന് പറഞ്ഞാൽ പിന്നെ അതിൻ്റെ പുറത്തേക്ക് ഒരാളും കയറൂല. ആ കഴുതപ്പുറത്തൊരാളും ലോഡ് ചുമക്കൂല. കാരണം അത് ബഹുമാനപ്പെട്ട കഴുതയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ പുറത്ത് ലോഡ് കയറ്റാൻ പാടില്ല. അങ്ങനെ ലാത്തയുടെ പേരിൽ, ഉസ്സയുടെ പേരിൽ, മനാത്തൻ്റെ പേരൊക്കെ ഉണ്ട്. അതേപോലെ കൃഷിയിടങ്ങൾ ഒരു മാറ്റി വെച്ചിരുന്നു. ഈത്തപ്പഴത്തോട്ടം വലിയ തോട്ടം ഉണ്ടാകുമ്പോൾ ഒരു ഭാഗം ലാത്തയ്ക്ക് വേണ്ടി മാറ്റിവെക്കും. ആ തോട്ടം മൊത്തം കാവലിന് അതോടുകൂടി പിന്നെ വഴിയായി നമ്മൾ വിചാരിക്കുന്നത്. ഈ തോട്ടം മൊത്തം നശിക്കാതെക്കാൾ ഒരു കാവൽ. അപ്പം ലാത്തയ്ക്കൊരു ഭാഗം നേർച്ചയാക്കേണ്ടി വെക്കും, ഒരു ഭാഗം അള്ളാഹ്ക്ക് വേണ്ടി വെക്കും. അള്ളാഹിനെ മറന്നിട്ടില്ല. സുൽത്താൻ അള്ളാഹ് പറയുന്നുണ്ട്, അവരുടെ കൃഷിയിടങ്ങളിൽ നിന്നും കന്നുകാലിൽ നിന്നും ഒരു വിഹിതം അവർ അള്ളാഹുവിന് മാറ്റിവെച്ചു. വഹാദാലി ശുറക്കാഇന, ഇത് ഞങ്ങളുടെ പങ്കുകാർക്കും എന്ന് പറഞ്ഞ ഒരു പങ്കുകാർക്കും മാറ്റിവെച്ചു. ശരീക്കന്മാർക്ക് വെച്ചതിൽ നിന്ന് അള്ളാഹുവിലേക്ക് ഒരിക്കലും ചേരുകയില്ല, അള്ളാഹുവിന് വെച്ചതിൽ നിന്ന് ശരീക്കുമാരിലേക്ക് ചേരുകയും ചെയ്യും. അതായത് നമ്മുടെ രീതിയിൽ, അതായത് അള്ളാഹിൻ്റെ പറമ്പിൽ നിന്ന് ഒരു ഈത്തപ്പഴം ലാത്തന പറമ്പേക്ക് വീഴാൻ അത് ഒരു പോയി കൃത്യമായി നോക്കി അടുത്ത് ഇവിടെ തന്നെ കൊടുന്നിടൂല. കാരണം എന്താ, ഒരു പറയും അള്ള വലിയ ധന്യനല്ലേ, ധനികനല്ലേ, അള്ളാഹ്ക്ക് ഇപ്പോൾ ഈത്തപ്പഴം പൊന്നില്ലല്ലോ, അവിടെ കിടന്നോട്ടെ അറിയും. ലാത്തൻ്റെ പറമ്പിൽ ഇങ്ങോട്ടൊന്ന് വീണാലോ അത് വേഗം അങ്ങോട്ട് തന്നെ കൊണ്ടുപോയി അവർ ഇടുകയും ചെയ്യും. ആ നിലക്കാണ് അവർ ആ പിന്നെ കൃഷിയിടങ്ങളൊക്കെ അവർ നേർച്ചക്കാർക്ക് വേണ്ടി വെച്ചിരുന്നു. അപ്പൊ ഇതൊക്കെ എന്ത് ബേസിലാണ്, ഇതൊക്കെ എവിടുന്ന് കിട്ടി? അത് അഫറഅയ്തും, നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ലാത്തയെയും ഉസ്സയെയും വമനാത്ത, മനാത്തയെയും അസ്സാലിസ, മൂന്നാമതായ മനാത്തയെയും. ലാത്ത ഉസ്സ രണ്ടെണ്ണം പറഞ്ഞു, മൂന്നാമതായ മനാത്തയും അൽ ഉഖ്റ, മറ്റേ വേറൊന്നായ മനാത്ത ഉണ്ടല്ലോ. ലാത്തയും ഉസ്സയും, ആ മൂന്നാമത്തെ വേറൊരു മനാത്തയില്ലേ, ആ മനാത്തയും. ഇത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എവിടുന്നാണ് ഇതിനൊക്കെ ഒരു അടിസ്ഥാനം, എന്താ ഇതിനൊക്കെ ഒരു ബേസ്? നിങ്ങൾ അങ്ങനെ വല്ലതും ആലോചിച്ചിട്ടുണ്ടോ എന്നാണ് അല്ലാഹു തആല ചോദിക്കുന്നത്. അപ്പോൾ ഒരടിസ്ഥാനവുമില്ലാതെ, ഒരു മുൻകാല വേദഗ്രന്ഥങ്ങൾ പഠിപ്പിച്ചിട്ടില്ല, മുൻകാല പ്രവാചകന്മാർ പറഞ്ഞിട്ടില്ല, അത്തരം ഒരു അടിസ്ഥാനം ഒരിക്കലും പറയാനില്ല. പഴയ കാലത്ത് നബി പഠിപ്പിച്ചതാണ് എന്നോ അതല്ലെങ്കിലും തൗറാത്തിലോ ഇഞ്ചിയിലോ വന്നുവെന്നോ അവരും പറയുന്നില്ല. അപ്പം അങ്ങനെയൊന്നും ഒരു അടിസ്ഥാനമില്ലാതെ പിന്നീട് കയറി വന്ന ഇതൊക്കെ എന്താ ഇതിനൊക്കെ ഒരു ബേസ്? ഇന്നും അതാണ് സമൂഹത്തിൽ കുറേ ആളുകളെ ഓരോ പേരിട്ടിട്ട് ഒരു ഷെയ്ഖാണ്, മറ്റതാണ്, കുത്തുബാണ്, മറ്റോ കോഴ്സാണ്, എവിടെ നിന്നൊക്കെ വന്നു വെച്ചാൽ ഒന്നുമില്ലല്ലോ. ഇതിനൊന്നും ഇപ്പോൾ ഒരു അസുരുണ്ടോ വെച്ചാൽ ഒന്നുമില്ല. ഇതിന് അവർക്ക് നേർച്ച നേരുന്നു, ഓരോ സത്യം ചെയ്യുന്നു, ഓരോ പേര് പലതും ഉണ്ടാക്കുന്നു. ഇതൊക്കെ എന്തടിസ്ഥാനത്തിൽ എന്ന് ചോദിച്ചാൽ ഒരു അടിസ്ഥാനം ആർക്കും പറയാനില്ല.